ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. KLCA കൊച്ചി രൂപത നടത്തിവരുന്ന റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വികസന സമീപന രേഖ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് സമർപ്പിച്ചു. KLCA കൊച്ചി രൂപത നടത്തിവരുന്ന റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വികസന സമീപന രേഖ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് സമർപ്പിച്ചു. ഫോർട്ട് കൊച്ചി ഗാമ ഹെറിറ്റേജ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് വികസന രേഖ MLAക്ക് കൈമാറിയത്. റീഗെയിൻ കൊച്ചിൻ ക്യാമ്പയിന്റെ ഔപചാരിക ഉദ്ഘാടനം കൊച്ചി രൂപത ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. സ്വപ്നം കാണുവാനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. കൊച്ചി രൂപതയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സെമിനാരി വിദ്യാർത്ഥികളായിരുന്നവർക്ക് എല്ലാവർക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. ചില വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ഞങ്ങളെ വിളിക്കും, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നമുക്ക് എന്താണ് ആവശ്യം? രൂപതയ്ക്ക് എന്നതിനേക്കാൾ കൂടുതലായിട്ട് പിതാവ് ചോദിക്കുന്നത് കൊച്ചിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഞങ്ങൾ കൊച്ചുങ്ങളാണ്, ചിലപ്പോൾ 1-2 വർഷമേ ആയിട്ടുള്ളൂ സെമിനാരിൽ കയറിയിട്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ ഭാവനയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് അത് എഴുതിയെടുക്കും. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചായിരിക്കും, ഒരു ആതുരാലയത്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു പള്ളിയെ കുറിച്ചായിരിക്കും. എന്ന് വേണ്ട, കൊച്ചിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുട്ടികളായ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതൊരു വലിയ ലിസ്റ്റിൽ ഇങ്ങനെ എഴുതി വെക്കും. അത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ പിതാവ് ഞങ്ങളെ വിളിച്ചിട്ട് പറയും, മക്കളെ, നമ്മൾ എഴുതിയെടുത്ത കാര്യങ്ങളിൽ മിക്കതെല്ലാം തന്നെ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കിട്ടി, ഇനിയും നമുക്ക് സ്വപ്നം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങളെ സ്വപ്നം കാണിക്കുന്നൊരു പതിവ് പിതാവിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളതിലല്ല, കൊച്ചിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ഒരു കൂട്ടം നല്ല മനസ്സുകൾ ചേർന്ന്, അത് KLCA അംഗങ്ങൾ മാത്രമായിരുന്നില്ല, നമ്മുടെ മുൻ മേയറായിരുന്ന സോഹൻചേട്ടനൊക്കെ അടക്കമുള്ള അഡ്വക്കേറ്റ്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ സമൂഹത്തിൽ സമ്മേളനത്തിൽ വെച്ച് കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന് അനുമോദനവും സ്വീകരണവും നൽകി. വികസന പദ്ധതികൾ ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് KLCA കൊച്ചി രൂപത നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രൂപത പ്രസിഡന്റ് TA ഡാർഫിൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലിൽ ആമുഖ പ്രഭാഷണം നടത്തി. അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഭരിച്ച് കടന്നു പോയവര് അവഗണിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെറും ടൂറിസം മേഖലയായിട്ട് മാത്രം കൊച്ചിയെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് വസിക്കുന്ന ജനത്തെ കാണുവാനോ കേൾക്കുവാനോ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുവാനോ കഴിയാതെ പോയ ഒരു സന്ദർഭമുണ്ട്. അതിന് മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിക്ക് ഒരു വികസിത കാഴ്ചപ്പാട് ഉണ്ട് എങ്കിൽ കൊച്ചിയിലെ 28 ഡിവിഷനുകളിലും ചെല്ലാനം പഞ്ചായത്ത് കുമ്പളങ്ങി പ്രദേശങ്ങളിലുമായിട്ട് തിങ്ങിപ്പാർക്കുന്ന നാനാജാതി മതസ്ഥർക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ജീവിത സൗകര്യങ്ങളുടെയും തൊഴിൽ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തുല്യനീതി ലഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുല്യനീതി ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, ജനപ്രതിനിധികള് ഞങ്ങളെ നെഞ്ചിലേറ്റണം
എന്നുള്ളതാണ്. രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോണി സേവ്യർ പുതുകാട്, ജോയിന്റ് ഡയറക്ടർ പൈലി ആലുങ്കൽ, ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ, കൗൺസിലർ ഷൈനി മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രൂപത വൈസ് പ്രസിഡന്റുമാരായ ബാബു കാളിപ്പറമ്പിൽ, സോണി പവേലിൽ എന്നിവർ വികസന സമീപന രേഖ അവതരിപ്പിച്ചു. രൂപത ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ സ്വാഗതവും ട്രഷറർ ജോ പുളിക്കൽ നന്ദിയും പറഞ്ഞു. രൂപത ഭാരവാഹികളായ ലിനു തോമസ്, അലക്സാണ്ടർ ഷാജു, ജോഷി മുരുക്കംതറ, സിന്ധു ജസറ്റസ്, സുനന്ദ ബോണി, സാബു കാനക്കപ്പള്ളി, ഹെൻസൻ പോത്തമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.